മാജിക് അവനിൽ നമ്മൾ പലതരം നോൺ വെജിറ്റേറിയനും വെജിറ്റേറിയനുമായിട്ടുള്ള വിഭവങ്ങളും പരീക്ഷിക്കാറുണ്ട്. അപ്പോൾ നോൺ വെജ് വിഭവങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ട് പരീക്ഷണം നടത്തുന്നത് എനിക്ക് തോന്നുന്നു ചിക്കൻ, പിന്നെ അതുപോലെ മത്സ്യം, ഇങ്ങനെയുള്ള വിഭവങ്ങൾ കൊണ്ടാണ്. അപ്പോൾ മട്ടൺ ഉണ്ടാക്കിയിട്ട് കുറച്ച് കാലമായില്ലേ. മട്ടൺ ഇഷ്ടമുള്ള ഒരുപാട് പ്രേക്ഷകരുണ്ട്. സാധാരണയായിട്ട് മലയാളിക്ക് ചിക്കനും ഫിഷും ഒക്കെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഒരു പക്ഷേ നോർത്ത് കേരള സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ മട്ടനാണ് ഏറ്റവും കൂടുതൽ അവിടുത്തെ ആൾക്കാർക്ക് ഇഷ്ടം എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാര്യം മട്ടൺ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. പല രീതിയിലുള്ള മട്ടന്റെ വിഭവങ്ങൾ, അതായത് ആട്ടിറച്ചി, നല്ല ആട്ടിറച്ചി, പിന്നെ കുറുമയായിട്ടും, പിന്നെന്താ പറയുക, പുരട്ടിയതും വറട്ടിയെടുത്തതും പൊരിച്ചതും, ഇങ്ങനെ വ്യത്യസ്തമായ നാടൻ വിഭവങ്ങൾ. പ്രത്യേകിച്ച് മട്ടൺ വളരെ നാടനായിട്ട് തയ്യാറാക്കാൻ ഏറ്റവും നല്ലൊരു കാര്യം കൂടിയാണ്. അപ്പം നമ്മളിന്ന് ഒരു മട്ടൺ വിഭവമാണ് ചെയ്യുന്നത്. അത് വളരെ നാടനായിട്ടുള്ളൊരു രീതിയിൽ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ പറ്റിയത്, എന്നാൽ ഏറ്റവും ലളിതമായ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം. അതിന്റെ പേരെന്താണെന്നല്ലേ, മട്ടൺ തേങ്ങാക്കൊത്ത് മസാല. അപ്പോൾ ഒരു കാര്യം മനസ്സിലായല്ലോ, തേങ്ങാക്കൊത്തെല്ലാം ചേർത്ത് വരുന്നൊരു മട്ടണാണ്. അപ്പോൾ ഈ മട്ടൺ തേങ്ങാക്കൊത്ത് മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ അതിനുവേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മട്ടൺ 1/2 കിലോ കഷ്ണങ്ങളായി മുറിച്ചത്, സവാള 4 വലുത് വലിയ കഷ്ണങ്ങളായി മുറിച്ചത്, തേങ്ങ 1/2 മുറി കഷ്ണങ്ങളായി മുറിച്ചെടുത്തത്, ഇഞ്ചി 1 വലിയ ചതുര കഷ്ണം, വെളുത്തുള്ളി 6 വലിയ അല്ലി, പച്ചമുളക് 8 വലുത്. ഇനി മറ്റു ചേരുവകൾ: മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ടൊമാറ്റോ 3 ഇടത്തരം ചെറിയ ചതുര കഷ്ണങ്ങളായി മുറിച്ചത്, വറ്റൽമുളക് 6 എണ്ണം, വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. അപ്പം നമുക്കിനി മട്ടൺ തേങ്ങാക്കൊത്ത് മസാല തയ്യാറാക്കാം. അപ്പം മട്ടൺ എന്ന് പറഞ്ഞാൽ നല്ല ഇനം ആട്ടിറച്ചി, അതായത് കടാ ആണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ 1/2 കിലോ അത് കഴുകി വൃത്തിയാക്കി എടുക്കുക. ആട്ടിറച്ചി പീസസ് ആക്കി ഒരു കറി പീസ് പോലെ തന്നെ കട്ട് ചെയ്താൽ മതിയാവും. ഇച്ചിരി ഒരു മീഡിയം സൈസിലുള്ള പീസസ് കഷ്ണങ്ങൾ. പിന്നെ ഇതിന്റെ കൂടെ അപ്പോൾ അത് റെഡിയാക്കി വെച്ചേക്കുക ഒരു സൈഡിൽ. ഇനി അരയ്ക്കാനുള്ള കുറച്ച് കാര്യം. അരയ്ക്കുക എന്ന് പറയാൻ പറ്റില്ല, ചതച്ചെടുക്കണം. ഒന്ന് സവാളയാണ്, 4 ഇടത്തരം സവാള, കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചത്. അപ്പോൾ ഇതിങ്ങനെ ഒരുപാട് എന്താ പറയുക, ചെറിയ ചതുര കഷ്ണമല്ല, പിന്നെ നീളമുള്ള പീസസ് അല്ല, അങ്ങനെയൊന്നുമല്ല, കുറച്ച് വലിയ പീസസ് ആയിട്ട് തന്നെ മുറിക്കുക. കാര്യം എന്തായാലും നമ്മൾ ചതച്ചെടുക്കാൻ പോവാണ്. രണ്ടാമത് വേണ്ടത് വെളുത്തുള്ളി. വലിയ അല്ലി വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 6 അല്ലി വെളുത്തുള്ളി, ഈ സൈസ് ആണെങ്കിൽ 6, ഇതിലും ചെറുതാണെങ്കിൽ 7 8 അല്ലി വെളുത്തുള്ളി. ഇങ്ങനെ ഇത്രയും വെളുത്തുള്ളി, 6 വലിയ അല്ലി വെളുത്തുള്ളി എന്നൊരു കണക്ക്. പിന്നെ എന്താ പറയുക, വലിയൊരു കഷ്ണം ഇഞ്ചി, ചതുര കഷ്ണം. അപ്പോൾ ചതുര കഷ്ണം ചെറുതായി പോവുകയാണെങ്കിൽ ഒരു ചെറിയ പീസും കൂടി അറ്റാച്ച് ചെയ്യുക, അതിൻ്റെ കൂടെ വെക്കുക. അപ്പോൾ ഈ രീതിയിൽ ഇത്രയും ഇഞ്ചി, ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ചാക്കി ഒന്ന് ചതയ്ക്കണം. ചതച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അരയരുത്, ഒരുപാട് അരയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈ കാര്യങ്ങൾ 3 കൂടി ചേർത്തൊന്ന് ചതച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മളുടെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി 3 കാര്യങ്ങളും കൂടി ചേർത്ത് ഞാനിങ്ങനെ ചതച്ചെടുത്തിരിക്കുകയാണ്. നോക്കൂ, ഇതാണ് അതിന്റെ ഒരു പാകം. കണ്ടില്ലേ, ഇത് അരഞ്ഞിട്ടില്ല, ഒരുപാട് അരഞ്ഞ പേസ്റ്റ് രൂപത്തിലല്ല, ഇങ്ങനെ എന്താ പറയാ, ഒരു തോരൻ മാതിരി ഇങ്ങനെ ചതച്ചെടുത്തിരിക്കുകയാണ്. അതൊരു സൈഡിലേക്ക് വെക്കാം. ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ 4 സവാളയാണത്, 4 ഇടത്തരം സവാള. ഇനി ഒരു കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആട്ടിറച്ചിയുടെ കഷ്ണങ്ങൾ, മട്ടൺ പീസസ്. അപ്പോൾ ആട്ടിറച്ചി കഴുകി വെള്ളം വാലാനായിട്ട് വയ്ക്കാം. അപ്പോൾ എന്തായാലും ഇത് വേകുന്ന സമയത്ത് കുറച്ച് വെള്ളം ഇതിൽ നിന്നും ഇറങ്ങി വരും. അതുകൊണ്ട് തന്നെ ഇത് വെള്ളം വാലാൻ വെച്ചാൽ അത്രയും വെള്ളം കുറഞ്ഞിരിക്കും. പിന്നെ എന്താ വേണ്ടത്, നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി മിശ്രിതം അതിനകത്തേക്ക് ചേർക്കാം. എന്നിട്ട് ഇനി ഇതിന്റെ എരിവ് കൊടുക്കുന്ന കാര്യം എന്ന് പറയുന്നത് പച്ചമുളകാണ്. അപ്പോൾ നമ്മളിതിൽ മുളക് പൊടിയേ ചേർക്കുന്നില്ല. അപ്പോൾ പച്ചമുളക് നമ്മളൊരു 8 വലിയ പച്ചമുളക്. അപ്പോൾ ഇത് എരിവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് 8 മുതൽ 10 വരെ ചേർക്കാം. വലിയ എരിവുള്ള മുളകാണെങ്കിൽ ഒരുപാട് വലുതൊന്നും ചേർക്കരുത്, 6 7 പച്ചമുളക് ചേർക്കാം. എന്തായാലും ചരിച്ച് വെട്ടുക, അല്ലെങ്കിൽ രണ്ടായിട്ട് നെടുകെ കീറിയിട്ട്, അല്ലെങ്കിൽ നെടുകെ മുറിച്ചിട്ട് കഷ്ണങ്ങളായിട്ട് മുറിക്കുക. ഇത് 8 വലിയ പച്ചമുളക്, അതും ചേർക്കാം. പിന്നെന്താ വേണ്ടത്, പിന്നെ ടൊമാറ്റോ 3 ഇടത്തരം ടൊമാറ്റോ, അത് ഒരുപാട് ചെറിയ പീസസ് ആയിട്ട് മുറിക്കണമെന്നില്ല, ചെറിയ ചതുര കഷ്ണം. 3 ടൊമാറ്റോ ആണത്. പിന്നെന്താ വേണ്ടത്, പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം, 1/4 മുതൽ 1/2 ടീസ്പൂൺ. ഇച്ചിരി നല്ല യെല്ലോ കളർ വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ തന്നെ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത് മട്ടണിൽ പിടിക്കാൻ ആവശ്യമുള്ള ഉപ്പാണ്. പിന്നെ ഈ ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് വേവിച്ചതിന് ശേഷമാണെങ്കിലും ചേർക്കാമല്ലോ. അപ്പോൾ ഇപ്പോൾ ഇത്രേ ആവശ്യമുള്ളൂ. ഇനി നമ്മളിതൊന്ന് ഊച്ചിപ്പിക്കും. എനിക്ക് തോന്നുന്നു കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുന്നതായിരിക്കും നല്ലത്. എല്ലാ കാര്യങ്ങളും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
ഇനി കുക്കർ അടയ്ക്കുന്നു, എന്നിട്ട് വേകാനായിട്ട് സമയം കൊടുക്കണം. അടുപ്പ് കത്തിക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിതിൽ വെള്ളം വേറെ ചേർത്തിട്ടില്ല. ഇതിൽ നിന്നും ഇറങ്ങി വരുന്ന അല്ലെങ്കിൽ ഊറി വരുന്ന വെള്ളത്തിൽ ഈ മട്ടൺ വെന്ത് കിട്ടും. അപ്പോൾ പാകത്തിന് വെന്ത് കഴിഞ്ഞാൽ കുറച്ച് ചാറ് ചിലപ്പോൾ ഉണ്ടായേക്കാം അതിനകത്ത്. അത് ഇരുന്നോട്ടെ, അതൊരു ഭാഗത്ത്. അതെല്ലാം കൂടി ചേർത്ത് നമ്മൾ പിന്നെ വറ്റിച്ചെടുക്കാനാണ്. എന്തായാലും ഒരു 3-4 വിസിൽ കേൾക്കട്ടെ. അപ്പം മട്ടൺ പാകത്തിന് വേകട്ടെ. അങ്ങനെ നമ്മുടെ മട്ടൺ പാകത്തിന് വെന്തിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അല്പസമയം വെയിറ്റ് ചെയ്തു. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. പാകത്തിന് വെന്തിട്ടുണ്ടാകും. എന്തായാലും 4 വിസിൽ കേട്ട് കഴിഞ്ഞു. ആദ്യത്തെ 2 വിസിൽ നല്ല ഫ്ലെയിമിലും, അത് കഴിഞ്ഞിട്ട് ചെറിയ ഫ്ലെയിമിലും. ഒരു തുള്ളി വെള്ളം നമ്മൾ ഒഴിച്ചിരുന്നില്ല. പക്ഷേ വെന്ത് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, കുറച്ച് ചാറോട് കൂടിയുള്ള ഒരു തിക്ക് ഗ്രേവി പോലെ, അല്ലെങ്കിൽ ഒരു കുറുകിയ ചാറോട് കൂടിയാണ് വെന്ത് കിട്ടിയിരിക്കുന്നത്. നോക്കൂ, പാകത്തിന് വന്നിട്ടുണ്ട്. പീസസ് എല്ലാം ഇടയ്ക്കിടയ്ക്ക് ടൊമാറ്റോയുടെ കഷ്ണങ്ങളെല്ലാം കാണാം, പച്ചമുളകിന്റെ കഷ്ണം എല്ലാം കാണാം. ഒരു യെല്ലോ കളർ ആ രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇനി എന്താണ് ചെയ്യുന്നത്? ഇനിയാണ് നമ്മളിത് മട്ടൺ കോക്കനട്ട് മസാലയാക്കാൻ പോകുന്നത്. അതായത് തേങ്ങാ മസാല. ഇനി ചുവട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പിലേക്ക് വെക്കും. നമുക്കിനി വെളിച്ചെണ്ണയിൽ തന്നെ കാര്യങ്ങളെല്ലാം ഒന്ന് വഴറ്റി ഈ വേവിച്ചു വെച്ചിരിക്കുന്ന ആട്ടിറച്ചി അതിന്റെ ചാറോടുകൂടി ഇതിലേക്ക് ഇട്ടിട്ട് വഴറ്റി ആ ഒരു പാകമാക്കി എടുക്കണം. അതാണ് ഇനി അടുത്ത കാര്യം. അപ്പോൾ വളരെ സിമ്പിളാണ്, ഒരുപാട് കാര്യമൊന്നുമില്ല. ഇത് 2 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ചേർക്കാം, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ ഏതാണ്ട് എനിക്ക് ഇവിടെ 4 ടേബിൾ സ്പൂൺ വേണ്ടി വരും. എണ്ണ നല്ല ചൂടാകട്ടെ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ. അതിൽ പ്രധാനമായിട്ട് ഒന്ന് തേങ്ങാക്കൊത്ത് എന്ന് പറയുമ്പോൾ ഈ വിഭവത്തിന്റെ പേര് തന്നെ നമ്മൾ അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത് അല്ലേ, മട്ടൺ തേങ്ങാക്കൊത്ത് മസാല. അപ്പൊ തേങ്ങാക്കൊത്ത് എന്ന് പറഞ്ഞാൽ ഒരു തേങ്ങയുടെ പകുതി എടുക്കുക, ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുക. ഈ ബീഫ് വളർത്തിനൊക്കെ നമ്മൾ ചേർക്കുന്ന മാതിരി അതിങ്ങനെ റെഡിയാക്കി വെക്കുക. ഏതാണ്ട് ഇത്ര ഒരു ബൗള് നിറച്ചുണ്ടല്ലോ. അതാണ് ഒരു പ്രധാന ഈ ഒരു വിഭവത്തിന് ഇത്രയും സ്വാദ് കിട്ടുന്നത് ഈ ഒരു തേങ്ങ ചേർക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഈ എണ്ണ നല്ല ചൂടായി കഴിഞ്ഞു. ഇനി ആദ്യം നമ്മൾ എന്താ ചെയ്യാൻ പോണേ? അപ്പൊ ആദ്യം തന്നെ നമ്മൾ തേങ്ങയുടെ പീസസ്, അതിനോടൊപ്പം നമുക്കിനി കറിവേപ്പിലയും ചേർക്കാം. ആവശ്യാനുസരണം കറിവേപ്പില, 2, 3, 4. എന്നിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഈ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന വറ്റൽമുളകും ചേർക്കുക. അതിന്റെ തരിയോടുകൂടി ചേർക്കുക. ഇതെല്ലാം കൂടി കിടന്നൊന്ന് പാകത്തിന് മൂത്ത് വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇത്ര ജോലിയേ ഉള്ളൂ ഈ കാര്യത്തിന്. പിന്നെ ഇളക്കുക. ഇപ്പൊ കാര്യങ്ങളെല്ലാം മൂത്ത് കഴിഞ്ഞു. അതായത് തേങ്ങയുടെ നിറം മാറി തുടങ്ങി. പിന്നെന്താണ്, വറ്റൽമുളക് കഷ്ണങ്ങളാക്കി ഇട്ടതും കറിവേപ്പിലയും എല്ലാം ഭാഗത്തിന് മൂത്ത്. ആ മുളകിന്റെ ഒരു മണം വരുന്നുണ്ട്, മൂത്ത് വരുന്നതിന്റെ ഒരു മണം. വെളിച്ചെണ്ണയിലാണെന്ന് മുളക് മൂക്കാണത്. ഇനി ഇതിലേക്ക് ഒട്ടും സമയം കളയാനില്ല. വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടന്റെ പീസ് അതിന്റെ ചാറോടുകൂടി തന്നെയാണ് നമ്മൾ ചേർക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ മട്ടന്റെ കൂടെ വരുന്ന ചാറ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഗ്രേവി അല്ലെങ്കിൽ അതിന്റെ മസാല എന്ന് പറഞ്ഞാൽ പച്ച മസാലയാണ്. കാര്യം നമ്മളൊന്നും വഴറ്റിയിട്ടില്ലല്ലോ, പച്ചയ്ക്ക് അരച്ച് എല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഒരു വഴറ്റൽ വളരെ പ്രധാനമാണ്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇനിയുള്ള വഴറ്റൽ. ഈ വഴറ്റലാണ് നമ്മളുടെ ഈ മട്ടൺ തേങ്ങാക്കൊത്ത് മസാലയെ കൂടുതൽ സ്വാദിഷ്ടമാക്കുന്നത്. ഇനി ഒരല്പ സമയം കൊടുക്കാം. കാര്യം ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, അതെല്ലാം ഒന്ന് വറ്റണം. വറ്റി ഇതെല്ലാം ഒന്ന് കുഴഞ്ഞ് പാത്രത്തിൽ നിന്നും വിട്ടു വരുന്ന ഒരു പാകം. പിന്നെ എത്രത്തോളം മൂപ്പിക്കണം എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അതനുസരിച്ചിട്ട് മൂപ്പിക്കുകയും ചെയ്യാം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. പിന്നെ ഉപ്പെല്ലാം പാകത്തിനുണ്ടോ നോക്കാം, ഇല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല, കൈയെടുക്കാണ്ട് ഇളക്കണ്ട, വെയിറ്റ് ചെയ്യാം. ഇതിങ്ങനെ വെള്ളം വറ്റുന്നതിനനുസരിച്ച് ഇളക്കി മറിച്ചിട്ട് കൊടുക്കുക. പിന്നെയും വീണ്ടും ഇളക്കുക. എത്ര മൂപ്പ് ആവശ്യമുണ്ട് അതനുസരിച്ച്. അപ്പോൾ എന്തായാലും ഒന്ന് വെള്ളമൊക്കെ വറ്റട്ടെ. അപ്പോൾ നമ്മുടെ മട്ടൺ ഇങ്ങനെ ശരിയായിക്കൊണ്ടിരിക്കുവാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, കളറെല്ലാം കുറച്ച് മാറി, അതിൻ്റെ വെള്ളം എല്ലാം വറ്റി പാകത്തിന് മൂത്തിട്ടുണ്ട്. നല്ല മണമാണ്. എത്ര മണം എന്ന് വെച്ചാൽ എനിക്ക് പറയാനറിയില്ല. ഈ റൂം മുഴുവൻ മണക്കാണ്. ഈ അടുക്കള മുഴുവൻ മണക്കുന്നൊരു വ്യത്യസ്തമായൊരു ആ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ
എല്ലാ കാര്യങ്ങളും കൂടി കിടന്ന് വഴണ്ട് വരുന്നു. പക്ഷേ ഇതിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഗരം മസാല എന്ന് പറയുന്നൊരു കാര്യം ചേർത്തിട്ടില്ല, മുളക് പൊടി ചേർത്തിട്ടില്ല, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, മല്ലിപ്പൊടി, അങ്ങനത്തെ ഒരു കാര്യങ്ങളുമില്ല. വളരെ കുറച്ച് മസാലകൾ കൊണ്ട് വളരെ സ്വാദിഷ്ടമായ നല്ല മണം തരുന്ന ഒരു കാര്യമാണിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ റെഡിയാണ്. അപ്പോൾ ഇത്രയും മൂത്താൽ പോരെ, ശരിക്കും പാകത്തിന് മൂത്തിട്ടുണ്ട്. ലൈറ്റ് ബ്രൗൺ